കോഴിക്കോട് കോവൂരിൽ ഒഴുക്കിൽപ്പെട്ട ആൾക്കായി തിരച്ചിൽ തുടരുന്നു. ഒഴുക്കിൽപ്പെട്ടത് കോവൂർ സ്വദേശി ശശി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇയാൾ ഓടയിൽ നിന്ന് കാണാതായത്. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ. അഭിന, ഇപ്പോൾ തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്താണ് സംഭവിച്ചത്? അതിര ഇന്നലെ രാത്രി ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു മഴയാണ് ഇന്നലെ അനുഭവപ്പെട്ടത്. കനത്തമായ മഴയും അതുപോലെ തന്നെ കാറ്റും ഇടിമിന്നലും ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് കോവൂർ സ്വദേശി ശശിയെ കാണാതാവുന്നത്. ഈ കാണുന്ന ഓടയിലാണ് ഇന്നലെ ശശിയെ കാണാതാവുന്നത്. ഇന്നലെ ശക്തമായ കുത്തൊഴുക്കുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ഈ ശശി ഈ തൊട്ടടുത്തുള്ള ഈ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴയായത് കാരണം ശശി ഇന്നലെ ഈ ഒരു ബസ് സ്റ്റോപ്പിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള മഴയും ഇന്നലെ ഉണ്ടായിരുന്നു. ഈ മഴ പെയ്യുന്ന സമയത്ത് വലിയ രീതിയിലൊരു ഒഴുക്ക് ഈ ഒരു ഓടയിൽ ഉണ്ടായിരുന്നു. ഈ ചെറിയൊരു ഓടയിൽ ഏകദേശം 6 അടി ഉയരത്തിൽ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരെല്ലാം പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ നമ്മളോടൊപ്പം ASI ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കാം. സർ, എങ്ങനെയാണ് തെരച്ചിൽ എപ്പോഴായിരിക്കും ആരംഭിക്കുക? തെരച്ചിൽ ഇപ്പോൾ ഇന്നലെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നല്ല വെള്ളമായിരുന്നു, നല്ല ഒഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ തെരച്ചിലെടുത്തിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇന്ന് വന്നിട്ട് ഏകദേശം ഒരു 7-8 മണിക്ക് എത്തുന്നതാണ് പറഞ്ഞത്. അവർ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം കുറേ സ്ലാബുണ്ട്. ഇപ്പോൾ വെള്ളമില്ലെങ്കിൽ കൂടി സ്ലാബിൻ്റെ അടിയിൽ എവിടെയെങ്കിലും കൊളുത്തി കിടക്കുന്നുണ്ടോ നോക്കണം. അടിയിൽ എന്താ കമ്പിയൊക്കെ ഉണ്ടെങ്കിലേ. എത്ര യൂണിറ്റ് വരും? ഓക്കെ, അപ്പോൾ ഈ തെരച്ചിലിനുള്ള ആളുകൾ എത്തി വരുന്നുണ്ട്. അപ്പോൾ ഇക്ര ഹോസ്പിറ്റലിന് മുന്നിൽ ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിര ഇക്ര ഹോസ്പിറ്റലിന് സമീപം ഇപ്പോൾ ഒരു മൃതദേഹം കണ്ടെത്തി എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ശശിയുടേതായിരിക്കാം എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ ഈ ഒരു ആള് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം. ഇവിടെ നിന്നും ഒരു പക്ഷേ ഒഴുക്കിൽപ്പെട്ടായിരിക്കാം വിനോദ് ഇക്ര ആശുപത്രിക്ക് സമീപം എത്തിയിട്ടുണ്ടായിരിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്ര ആശുപത്രിയിലേക്ക് ഇനി അത് തന്നെയാണോ എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം നമുക്ക് ഈ വിവരം കൂടെ ലഭ്യമാക്കാം എന്ന് കരുതാം. മാതിര, തീർച്ചയായിട്ടും കോഴിക്കോട് കോവൂരിൽ ഒഴുക്കിൽപ്പെട്ട ആൾക്കായിട്ടുള്ള തിരച്ചിൽ തുടരുന്നതിനിടെയാണ് ഇക്ര ആശുപത്രിയുടെ അവിടെ നിന്നും ഒരു മൃതദേഹം കണ്ടെടുത്തു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ശശിയുടേതാണോ, കാണാതായ ശശിയുടെ ആണോ എന്നുള്ള സ്ഥിരീകരണമാണ് ഇനി അറിയേണ്ടത്. പോലീസ് ഉദ്യോഗസ്ഥരടക്കം തിരച്ചിൽ നടത്തുന്ന പ്രവർത്തകരടക്കം ഇക്ര ഹോസ്പിറ്റലിനടുത്തേക്കാണ്, ആശുപത്രിയിനടുത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. വാർത്തയിലേക്ക് തിരിച്ചെത്താം.